ഇന്ന് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകൾ നിയമസഭയിൽ അവതരിപ്പിച്ച UDF സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് ഒരർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ കളിയാക്കുന്ന ഒരു ബജറ്റായിപ്പോയി. ഒരു പുതിയുഗ കേരളം സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു ഈ സർക്കാർ അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യം. പുതിയുഗ കേരളം പോയിട്ട് മുങ്ങിത്താഴുന്ന ഒരു കേരളമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് ശ്രീ വി ഡി സതീശൻ മാറുകയും മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളൊരു മാറ്റമല്ലാതെ ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ബജറ്റ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കുറെ വാചക കസർത്തുകൾ നടത്തുകയാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ചെയ്തത്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനോ കേരളത്തെ വളർച്ചയിലേക്ക് നയിക്കാനോ സുസ്ഥിര വികസനത്തിനോ ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല. 5 ലക്ഷം കോടിയിലോളം കടം കേരളത്തിനുണ്ടെന്നാണ് ധവളപത്രം തന്നെ പറയുന്നത്. ആ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു റോഡ് മാപ്പ് ഈ ബജറ്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നില്ല. കൊട്ടിഘോഷിച്ച് ഈ സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. ഇന്ദിരാ ഗ്യാരണ്ടിയെ കുറിച്ച് എന്താണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്? എവിടെ പെൺകുട്ടികളായിട്ടുള്ള കോളേജ് പെൺകുട്ടികളുടെ 1000 രൂപ? ഇന്ന് ബജറ്റിൽ അതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതിനെന്തെങ്കിലും പണം നീക്കി വെച്ചിട്ടുണ്ടോ? 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം രൂപയുടെ തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ 5 ലക്ഷം രൂപ വരെ ഈടില്ലാ വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞവരാണ്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ബജറ്റിൽ? ഈ ബജറ്റിൽ എന്താണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ പല കാര്യങ്ങളും? ആകെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയെക്കുറിച്ച് മാത്രമാണ്. അത് തന്നെ 6000 ബസ്സുകൾ പറഞ്ഞത് ഇപ്പം 3000 ബസ്സുകളായി. അതൊഴിച്ചാൽ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ ഒരു കാര്യവും നടപ്പായിട്ടില്ല. പ്രഖ്യാപനങ്ങളില്ല, പണം നീക്കി വെച്ചിട്ടില്ല. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സ്കീം പാവപ്പെട്ടവർക്ക്, ഇത് പറഞ്ഞിരുന്നല്ലോ. എന്താ അതിനെക്കുറിച്ചുള്ള റോഡ് മാപ്പ് പറഞ്ഞിരിക്കുന്നു? 10 കോടി രൂപ മാറ്റി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ 25 കോടി രൂപയുടെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പറയുന്നത് ഒരു തട്ടിപ്പാണ്. ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളെ, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോജക്റ്റാണത്. എല്ലാവർക്കും അറിയാം, ഇൻഷുറൻസിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം അതിന് എത്ര വലിയ പ്രീമിയം വരും എന്നുള്ളത്. ഇവിടെ ക്ലെയിം വരുന്നത് 25 ലക്ഷം രൂപയൊക്കെ ക്ലെയിം വരുന്നത് എത്ര പേർക്കുണ്ട് കേരളത്തിൽ? ഇവിടെ വയോവന്ദൻ യോജനയുണ്ട്. പ്രധാനമന്ത്രിയുടെ PM ആയുഷ്മാൻ യോജനയുടെ ഭാഗമായിട്ടുള്ള വയോവന്ദൻ യോജന 10 ലക്ഷം രൂപ വരെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. വളരെ ചുരുങ്ങിയ പ്രീമിയം ഉള്ളൂ. കേരള ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ് ആ കരാറിൽ ഒപ്പിട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായം കിട്ടുന്ന വയോവന്ദൻ യോജനയിൽ ഒപ്പിടുകയായിരുന്നു ഈ സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ കാശില്ല, മുടക്കില്ലാതെ, സർക്കാരിന് വലിയ പണം നീക്കി വെക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുമായിരുന്നു. PM ആവാസ് യോജന PM ആയുഷ്മാൻ യോജന 60-70 വയസ്സിൽ താഴെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുന്നത്, അത് കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കുന്നില്ല. ഇതിപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് എത്ര പ്രീമിയം അടയ്ക്കേണ്ടി വരും? എന്തെങ്കിലും ഒരു പ്ലാൻ സർക്കാരിനുണ്ടോ? അത്രയും പ്രീമിയം ആരടയ്ക്കും? അങ്ങനെ അടയ്ക്കുന്നത് കൊണ്ട് എത്ര ഗുണഭോക്താക്കൾക്ക് 25 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടും? ഇത് മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ പരീക്ഷിച്ചതാണ്. അത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ബജറ്റിൽ എന്താണുള്ളത്? തൊഴിലില്ലായ്മ വിസ്ഫോടനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് കേരളമാണ്. എങ്ങനെയാണ് ഈ സർക്കാർ അഡ്രസ് ചെയ്യാൻ പോകുന്നത്? പുക്കി മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്. പെൺകുട്ടികളുടെ 1000 എവിടെ? 5 ലക്ഷം രൂപയുടെ സ്കീം എവിടെ? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്താണ് ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? വലിയ പ്രതിസന്ധിയാണ് കേരളത്തെ സംബന്ധിച്ച്. യുവാക്കൾക്ക് തൊഴിലില്ല. എന്താണ്
കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു പദ്ധതി ഈ ബജറ്റിലുള്ളത്? കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് വിലക്കയറ്റം. പൊതുവിതരണ സമ്പ്രദായത്തിൽ എന്ത് മാറ്റമാണ് മിസ്റ്റർ പിണറായി വിജയൻ ഗവൺമെന്റിൽ നിന്ന് ഈ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്? വിപണിയിൽ ഇടപെടാൻ എന്താണ് സംവിധാനം? എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനം പിരിക്കുന്ന അധിക നികുതി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുറച്ചു. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, NDA ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും 10 രൂപയും 12 രൂപയും കുറച്ചു. തൊട്ടടുത്ത് നമ്മുടെ മാഹിയിൽ കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പോണ്ടിച്ചേരിയുടെ കേന്ദ്ര ഭരണപ്രദേശം പോണ്ടി 12 രൂപയുടെ വ്യത്യാസമുണ്ട്. എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ഏറ്റവും ചെറിയ 10 രൂപയെങ്കിലും പെട്രോളും ഡീസലിന് വില കുറയ്ക്കണം. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. 24,600 കോടി രൂപയുടെ കുടിശ്ശിക, നികുതി കുടിശ്ശിക വൻകിട കുത്തക കമ്പനികളിൽ നിന്ന് പിരിച്ചെടുക്കാനുണ്ട്. കാലാകാലങ്ങളായിട്ട് LDF-ഉം UDF-ഉം ഒരു നയാ പൈസ പിരിച്ചെടുക്കാൻ ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ടോ? ഈ ബജറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ല. 24,600 കോടി രൂപയുടെ കുടിശ്ശിക നികുതിയായിട്ട് കാലാകാലങ്ങൾ പിരിഞ്ഞു കിട്ടാനുണ്ട്. ആ കുടിശ്ശിക പിരിക്കാൻ ഈ സർക്കാരിന് മുമ്പിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? റവന്യൂ വർദ്ധിപ്പിക്കാൻ, സ്വന്തമായിട്ട് പിന്നെ നികുതി അധികം സാധാരണക്കാരെ ബാധിക്കാതെ വർദ്ധിപ്പിക്കാനുള്ള എന്ത് പ്രോജക്റ്റാണുള്ളത്? എന്താ റോഡ് മാപ്പ് ഉള്ളത്? എങ്ങനെയാണ് ഒരു പുതുയുഗ കേരളത്തിലേക്ക് ഈ സർക്കാർ കൊണ്ടുപോകുന്നത്? ഈ ബജറ്റിൽ എന്താണ് അവകാശപ്പെടാനുള്ളത്? ആരോഗ്യമേഖല, പൊതുജനാരോഗ്യം സമ്പൂർണ്ണമായിട്ട് അവതാളത്തിലായിരിക്കുകയാണ്. കേരളത്തിൽ മാരകമായ പകർച്ചവ്യാധികൾ തിരിച്ചു വരികയാണ്. മലേറിയ വന്നു, എബോള റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു, ഷിഗല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് കേരളം. മഴക്കാലം ആകുമ്പോഴേക്ക് അതിഭീകരമായ തോതിൽ പകർച്ചവ്യാധികൾ പടരുകയാണ്. എത്ര വർഷമായി ഒരു വൈറോളജി യൂണിറ്റ് കേരളത്തിൽ വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി? നമ്മളിപ്പോൾ ഒരു നിപ്പ വന്നാലോ വേറെ എന്തെങ്കിലും രോഗം വന്നാൽ പൂനെയിലെ വൈറോളജി ലാബിൽ പോണ്ടേ? എന്ത് കരുതലാണ് പുതിയ കേരളത്തിലേക്ക് നയിക്കുന്ന കേരളത്തിൽ? എന്ത് കരുതലാണ് ആരോഗ്യ മേഖലയിൽ? എത്ര നീക്കിയിരിപ്പ്? വിലക്കയറ്റം തടയാൻ നടപടിയില്ല, വിപണിയിൽ ഇടപെടാൻ പദ്ധതിയില്ല, നികുതി കുടിശ്ശിക, കള്ളപ്പണക്കാരും കരിഞ്ചന്തക്കാരും തട്ടിക്കൊണ്ടുപോയ നികുതി കുടിശ്ശിക പിരിക്കാനുള്ള സംവിധാനമില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ, ഞാൻ ചോദിക്കട്ടെ, കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ആകെ വരുമാനത്തിന്റെ 3/4 ഭാഗം, 75% ശമ്പളവും പെൻഷനും കൊടുക്കുകയാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ എന്താ ഈ സർക്കാരിന്? ഒന്നുമില്ലെങ്കിൽ ആ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമാർ വാങ്ങുന്ന പെൻഷന്റെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഈ സർക്കാരിന് എടുക്കാമായിരുന്നില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചല്ലേ പിണറായി വിജയൻ ഗവൺമെന്റിനെ? സകല ആളുകളെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ച് 2 കൊല്ലം പൂർത്തിയാകുമ്പോൾ കാലാകാലങ്ങളിൽ വലിയ ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങുന്ന അതെങ്കിലും ഒന്ന് കുറയ്ക്കാമായിരുന്നില്ലേ? ഭരണ ചെലവ് കുറയ്ക്കാൻ ഈ സർക്കാരിന് എന്താണ് അവകാശപ്പെടാനുള്ളത്? എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ചോദിച്ചൊരു ഡിമാൻഡാണ്. ഈ മഹാഭാവികളെ, പാർട്ടിക്കാരെ അവിടെ കുത്തി നിറച്ച് സർക്കാരിന്റെ പണം കൊണ്ടുപോവാണ്. ഭരണത്തിന്റെ ചെലവ് കുറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ? തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സമീപനം എന്താണ്? കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് നടക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. LDF ഗവൺമെന്റിൽ നിന്ന് എന്ത് മാറ്റമാണ് ഈ ബജറ്റിൽ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്? എന്ത് പറയുമ്പോഴും ആദ്യം പറയുന്നത് തുറമുഖം തുറമുഖം തുറമുഖം. അതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. തുറമുഖ ഹബ്ബാക്കെന്ന് പറഞ്ഞു. എന്താണ് ഈ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടല്ലാതെ എന്താണ് കേരളത്തിന്റെ തുറമുഖ ഹബ്ബ് എങ്ങനെയാക്കുന്നത്? ബ്ലൂ എക്കോണമിയെ കുറിച്ച് പറയുന്നത് എന്താ കാരണം? മോദി സ്കീമാണ്. 1000 കോടി രൂപ വരും. കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ സർക്കാർ സ്വന്തമായിട്ട് നടത്തുന്നു. ലൈറ്റ് മെട്രോ പറഞ്ഞു 20 കോടി രൂപയാണ് മാറ്റി. എത്ര 25-30 കൊല്ലമായിട്ട് ഈ ലൈറ്റ് മെട്രോ പറയുന്നു. 36,000 കോടി 40,000 കോടി എന്തോ ചെലവ് പറഞ്ഞത്. 20 കോടി രൂപ മാറ്റി വെച്ചിട്ട് എന്താണ് കാര്യം? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ എന്താ ഉള്ളത് ഈ ബജറ്റിൽ? നമ്മൾ കഴിഞ്ഞ 10 വർഷവും ചർച്ച ചെയ്തതാണ് നെൽകർഷകരുടെയും നാളികേര കർഷകരുടെയും സംസ്ഥാനത്തിന്റെ വിഹിതത്തിന്റെ കാര്യത്തിൽ. കേന്ദ്രം പണം കൊടുക്കുന്നു, സ്റ്റേറ്റ് പണം കൊടുക്കുന്നില്ല. ഈ പ്രാവശ്യം നെൽകർഷകരുടെയും നാളികേര കർഷകരുടെയും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ എന്താണുള്ളത്? കൃഷിക്കാരെ സഹായിക്കാൻ എന്താണ് പദ്ധതി?
കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഫസൽ ബീമാ യോജന മുടങ്ങിക്കിടക്കുകയാണ്. സ്റ്റേറ്റിന്റെ ഷെയർ അടയ്ക്കാത്തത് കൊണ്ട് കേന്ദ്രത്തിന്റെ കാശ് വന്നിരിക്കുക. എന്താ ഈ ബജറ്റിലുള്ളത്? കൃഷിക്കാരെ എങ്ങനെയാണ് ഈ സർക്കാർ നോക്കി കാണുന്നത്? അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുള്ള സമീപനം എന്താണ്? ഇവിടെ PMEGP പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി 10 കോടി രൂപ വരെയുള്ള സഹായങ്ങൾ കിട്ടുന്നു. 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സർക്കാർ മിണ്ടുന്നേയില്ല. അങ്ങനെ ആകെ നോക്കിയാൽ ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ്. ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയെ രക്ഷിക്കാനുള്ള ഒരു പ്ലാനും ഇതിലില്ല. കടക്കണിയിൽ നിന്ന് മോചിതമാവാനുള്ള ഒരു റോഡ് മാപ്പും ഇല്ല. വികസനോന്മുഖമായിട്ടുള്ള ഒരു കാര്യവും ഈ ബജറ്റിലില്ല. കുറച്ച് പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു. ബാലഗോപാലിന്റെ ഒരു കാർബൺ പതിപ്പ് തന്നെയാണ് VD സതീശനും എന്നുള്ളതാണ് ഈ ബജറ്റ് കാണിക്കുന്നത്. നിരാശാജനകമാണ്. ആളുകളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒന്നിനും പണം വെച്ചിട്ടില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പുത്തിരി കണ്ടത് പറയുന്നത് പോലെ കുറേ കാര്യങ്ങൾ നിയമസഭയിലും പറഞ്ഞു എന്നത് ഒഴിച്ചാൽ ഈ ബജറ്റ് ഒരു പ്രതീക്ഷയും കേരളത്തിന് നൽകുന്നില്ല. കേന്ദ്രത്തിന്റെ വിഹിതമല്ലാതെ സ്വന്തമായിട്ട് റവന്യൂ എന്താണ്? കൈവയ്ക്കാൻ പോകുന്നു ചില മേഖലകളിൽ. സംശയമുണ്ട് അതിൽ. ഇപ്പൊ കരിമണലിനെ കുറിച്ച് ഇപ്പോൾ കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ട്രാൻസ്പെറൻസി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. വലിയ ചർച്ചാ വിഷയമാണല്ലോ. തുറമുഖത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വാചാലമായിട്ട് കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ കുറച്ച് സംശയങ്ങളുണ്ട് ആൾക്കാർക്ക്. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ബജറ്റ് ഒരു തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു ബജറ്റാണ് എന്ന് അവകാശപ്പെടാൻ കഴിയും. ആദ്യം ഉമ്മൻചാണ്ടി 2015 പ്രഖ്യാപിച്ച ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് ഒരു കല്ലിട് സാറേ. ഒരു കഷ്ണം കല്ലെടുത്ത് വെക്ക്. വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു. ആ കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം. ഞാൻ അവിടുത്തെ ഒരു ആളായതുകൊണ്ട് പറയുകയാണ്. ഉക്കിനടുക്കലൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്താ അതിൻ്റെ അവസ്ഥയെന്ന് UDF കുറേ സമരം ചെയ്തു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ വെറും വാചക കസർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വൈറോളജി യൂണിറ്റിന് ഇവിടെ ഇത്രയധികം പകർച്ചവ്യാധി പ്രശ്നം ഉണ്ടായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പൂനെയിൽ പോയി 6-7 ദിവസം കാത്തു കിടക്കേണ്ട അത് ഒരു ഭാവനയും ഇല്ലാത്തതാണ്. കേരളത്തെക്കുറിച്ച് ഒരു ഭാവനയും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് VD സതീശൻ ആദ്യ ബജറ്റിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഹരിപ്പാട കാര്യം ചെന്നിത്തലയോടൊന്ന് ചോദിക്കും. ഉമ്മൻചാണ്ടി അവിടെ പോയി പ്രഖ്യാപിച്ചതല്ലേ. മെഡിക്കൽ കോളേജ് അധികം വരുന്നതിന് വേണമെന്നുള്ളതിനല്ല ചോദ്യം. ഉള്ള മെഡിക്കൽ കോളേജ് ഇപ്പോൾ വടകര താലൂക്ക് ഹോസ്പിറ്റലിന് 88 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്. ഒരു താലൂക്ക് ഹോസ്പിറ്റലിന് NHMന്റെ കാശ്. ഇവർ ഈ പറഞ്ഞതിനൊക്കെ എത്രയാണ് വെച്ചിരിക്കുന്നത്? എവിടെ കാശ്? വിഭൂതിയിൽ നിന്ന് പണം കിട്ടില്ലല്ലോ. ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. പണം എങ്ങനെ സമാഹരിക്കും? കയ്യിൽ എന്തുണ്ട്? കയ്യിലൊരു ഓട്ടമുക്കാലും ഇല്ലാതെ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് കുറേ ന്യായങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. ഇതൊക്കെ എവിടെ ഇംപ്ലിമെൻ്റ് ആവാൻ പോണത്? എവിടെ? അല്ല, പ്രൈവറ്റൈസേഷനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പൊ കരിമണൽ ഖനനത്തിൽ കണ്ടല്ലോ നമ്മൾ. മുഖ്യമന്ത്രി മാറിയതുകൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ ഫിസ്ക്കൽ സിസ്റ്റത്തിൽ മാറ്റം വരണം. ഈ ഗവൺമെന്റ് സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് ഇന്ത്യയിൽ എല്ലായിടത്തും? ഇവര് കൽക്കരി ലേലം നടത്തിയപ്പോൾ, ഇവര് കരിമണൽ ഖനനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചപ്പോൾ, ഇവർ 2G സ്പെക്ട്രം ലേലം നടത്തിയപ്പോൾ, 3G നടത്തിയപ്പോൾ, കോൺഗ്രസിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്നതാണ് പ്രശ്നം. എവിടെയാവും സുതാര്യത കോൺഗ്രസിന് ഉറപ്പുവരുത്താൻ കഴിയുന്നത്? സുതാര്യമായ രീതിയിൽ സ്വകാര്യ നിക്ഷേപവും പങ്കാളിത്തവും അനുസരിച്ച്
നമ്മുടെ സർക്കാർ ഒരു നീക്കുപോക്കിന് നടത്തുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രമില്ല. ഇപ്പോൾ കൊച്ചിൻ മെട്രോയുടെ കാര്യം നമുക്കറിയാം. അന്നുണ്ടായ വിവാദം 600 കോടി രൂപയാണ് കമ്മീഷൻ ചോദിച്ചത്. ഈ രീതിയിലാണോ പോകുന്നതിനെ കുറിച്ച് സംശയം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തുറമുഖത്തെക്കുറിച്ച് പറയുമ്പോഴും കരിമണൽ ഖനനത്തെക്കുറിച്ച് പറയുമ്പോഴും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. സ്വകാര്യ നിക്ഷേപം പ്രഖ്യാപിക്കുന്നതിലല്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ധാതുമണൽ, പ്രകൃതി സമ്പത്ത്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമ്പോൾ ജാഗ്രത. അത് ഞങ്ങൾ 2 കണ്ണും കാതും കൂർപ്പിച്ച് അത് കാത്തിരിക്കുക തന്നെയാണ്. കേരളത്തിൻ്റെ പൊതു സ്വത്ത്, പ്രകൃതി സമ്പത്ത് യഥേഷ്ടം കൊള്ളയടിക്കാനുള്ള നീക്കമാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതല്ല, ഇവിടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നതിനെ ഞങ്ങൾ ഈ ലെഫ്റ്റ് നടത്തുന്നത് പോലെ അല്ലെങ്കിൽ അർബൻ നക്സലുകൾ പറയുന്നത് പോലെ പറയാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷൻ കറക്റ്റാണ്. സ്വകാര്യ നിക്ഷേപം ആവാം, പക്ഷെ പ്രകൃതി സമ്പത്ത്, ധാതുലോഹങ്ങൾ, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. ഇപ്പോൾ തന്നെ നമ്മുടെ തോറിയം ഇതുപോലുള്ള അപൂർവമായിട്ടുള്ള ലോഹധാതുക്കൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കൂട്ടരും ഇതിൽ പങ്കാളികളാണ്. UDF-ന് ഇതിൽ ഒരു മാലാക ചമയാൻ കഴിയില്ല. അപ്പോൾ ആ വിഷയങ്ങളിൽ വേറെ സമീപനമാണ് BJP. ഞങ്ങളെ സംബന്ധിച്ച് സ്വകാര്യ നിക്ഷേപത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, പക്ഷേ ട്രാൻസ്പെറൻസി വളരെ പ്രധാനപ്പെട്ടതാണ്.